ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 വർഷത്തെ, അതായത് 2022, 2023, 2024 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏതൊക്കെ പോർഷൻസ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫുൾ അനാലിസിസ് ആണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എനിക്ക് പൊതുവെ അറിയാം ഓർഗാനിക് കെമിസ്ട്രിയാണ് അത്യാവശ്യം ടഫാണ്, കാരണം കുറേ വേസ്റ്റാണ്, സിലബസ് കുറേ ഉണ്ട്, നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല, കൺവേർഷൻസ് ഒക്കെ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതകളുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ് ഒക്കെ നമുക്കിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എങ്ങനെയെങ്കിലുമൊക്കെ മിക്ക കൺവേർഷൻസും ചിലതൊക്കെ ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ്, ഐഡോ ഫോം ടെസ്റ്റ് അങ്ങനത്തെ കുറച്ച് ടെസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ടും റിപ്പീറ്റഡ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒരു ക്വസ്റ്റ്യൻ, അതായത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നെല്ലാം ഓർഗാനിക് കെമിസ്ട്രി പോർഷൻ്റെ കണ്ടന്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഇയറിന്റെ പ്രീ വൈക്യു അനാലിസിസ് ആണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ഗൈഡ് ഉണ്ട്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ചാപ്റ്റർ വൈസ്, അതായത് ഓർഗാനിക് കെമിസ്ട്രി മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാലോ അൽക്കിൻസ്, ഹാലോ അറേൻസ്, ഇങ്ങനെയാണ് ഇത് ആവറേജ് ആയിട്ട് വരുന്നത്. അതായത് 2022 8 മാർക്കിന് വന്നു, പിന്നെ 2024 7 മാർക്കിന് വന്നു, 2025 എന്താണ് 6 മാർക്കിന് വന്നു. ആവറേജ് ഒരു 7 to 8 മാർക്കിന് വരാം ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറേൻസ്. ആൽക്കഹോൾസ് ഫീനോൾസ് നോക്കുമ്പോൾ 6 മാർക്കാണ് 2025 വന്നിട്ടുള്ളത്. അപ്പം അതായിരിക്കും കുറച്ചുകൂടി ലൈക്ക് 2 വർഷം മുന്നത്തെ ഉള്ളതായിരിക്കും കുറച്ചുകൂടി സിമിലർ വരാനായിട്ട്. ആൽഡിഹൈഡ് കീറ്റോണിന് 8 മാർക്ക്, ബയോമോളിക്യൂൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 7 മാർക്കാണ് വരുന്നത്. സോ അപ്പൊ അത് നിങ്ങൾ നോക്കണം. ഇനി മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലോ ആൽക്കിൻസ്, ഹാലോ അറീൻസിൽ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ അറിയാലോ SN1 വേഴ്സ് SN2 മെക്കാനിസം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഐ തിങ്ക് 2020 എന്റെ കൊല്ലം തൊട്ട് ആക്ച്വലി ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. അപ്പൊ അതും നിങ്ങൾ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്ത് നോക്കണം എന്ന് അറിയത്തില്ല, കാരണം കുറെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ടുവേർഡ്സ് ദിസ് ആൻഡ് ആഫ്റ്റർ നിങ്ങൾ നോക്കണം. ഇപ്പൊ നമുക്ക് ഒരിക്കലും ഇത് അഷ്യൂർ ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം ചോദിച്ചത് തന്നെ ചോദിക്കുന്നു. പക്ഷെ ഒരു ട്രെൻഡ് അനുസരിച്ച് കെമിസ്ട്രിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യം നിങ്ങൾ കറക്റ്റ് ആക്കുക. പിന്നെ ഇതിലൂടെ തന്നെ ആയിരിക്കും വേറെ പുതിയതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കണമെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അപ്പം രണ്ടാമത്തേന്ന് വെച്ചാൽ ക്ലോറോബെൻസീൻ ടു ഫീനോൾ കൺവേർഷൻസ്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 വർഷം അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. വൈ വിനൈൽ ആൻഡ് അരൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഞാനിവിടെ ആൻസർ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇമ്പോർട്ടന്റ് കണ്ടന്റ്സ് മാത്രം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിൽ ആൽക്കഹോൾസ് ഫിനോൾസ് ഈതേഴ്സിൽ ലൂക്കാസ് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അറിയാലോ, 1 ഡിഗ്രി 2 ഡിഗ്രി ആൽക്കഹോൾസ് കണ്ടുപിടിക്കാനുള്ള ലൂക്കാസ് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വില്യംസൺ ഈതർ സിന്തസിസ്, അത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റീമൻ ടീമൻ റിയാക്ഷൻ, ഇത് ഫീനോളിനെ സാലിസൈൽ ആൽഡിഹൈഡ് ആക്കാനുള്ള റിയാക്ഷനാണ്. പിന്നെ കോൾബേ റിയാക്ഷൻ. അപ്പം ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഫീനോൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാം, ലൈക്ക് അതിന്റെ ഫോർമുല വരയ്ക്കാനും ലൈക്ക് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സാലിസിലിക് ആസിഡും നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ അതിന് ഓർത്ത് വെക്കേണ്ടത് ഓക്കെ ഈ കോൾബേ റിയാക്ഷൻ ആണ് ഫീനോൾ ടു ഇത്. അപ്പൊ അങ്ങനെ ഓർത്ത് ലൈക്ക് ജസ്റ്റ് നിങ്ങൾ ലൈക്ക് നെയിം ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ലൈക്ക് രാദർ ദാൻ ഫോർമുല ആയിട്ട് ഓർത്ത് വെച്ചാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറന്നു പോകാൻ ഭയങ്കര സാധ്യതയുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ഹൈ ലൈക്ക് മെക്കാനിസം, അതിന്റെ ഹൈ ഫ്രീക്വൻസി ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അസിഡിക് നേച്ചർ ഓഫ് ഫീനോൾ വിയസ് ആൽക്കഹോൾ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നോക്കുക. ഇനി ആൽഡിഹൈഡും കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും, ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ദേവരി പേപ്പർ 3 to 5 മാർക്സ് വന്നിട്ടുണ്ടെന്നാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. ഇനി കാനി സീരിയോസ് റിയാക്ഷൻ, പിന്നെ ഐഡോഫോം ടെസ്റ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഐഡോഫോം ടെസ്റ്റ്. പിന്നെ HBZ റിയാക്ഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ പ്രോസസ് അവിടെ നടക്കുന്നത്. പിന്നെ ടോളൻസും
ഫീലിംഗ്സ് ടെസ്റ്റും ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. മൈ കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ്ങർ ദാൻ ഫീനോൾസ് ഓർ ആൽക്കഹോൾസ്, അങ്ങനത്തുള്ള റീസണിങ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അമിൻസിന്റെ ബേസിസിറ്റി ഓർഡർ ഓഫ് അമിൻസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹെയ്ൻസൻബർഗ് ടെസ്റ്റ് ടു 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അമീൻസ്. അമീൻസിന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്നത്? യാ, അറൌണ്ട് ഒരു 6 to 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അമീൻസിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, ഇനി എന്താ, നമുക്ക് സാൻ മേയർസ് റിയാക്ഷൻ, കാർബീൽ അമീൻ ടെസ്റ്റ്, പിന്നെ നൈട്രോബെൻസീൻ അതിനെ അനിലൈൻ എങ്ങനെ ആക്കുന്നു, പിന്നെ അതിൽ നിന്ന് അനിലൈനെ എങ്ങനെ ഡിയോസിനിയം കൺവേർഷൻ, ആ കൺവേർഷൻസ് എങ്ങനെയാണ്, ഇത് 5 മാർക്കിന് എങ്ങനെ ലൈക്ക് ഒരു ഡയഗ്രാം തന്നിട്ട് ചോദിക്കത്തില്ലേ, ഇത് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നു, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിച്ചതാ, ലൈക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം പോളിമേഴ്സ് ഇല്ലല്ലോ സിലബസിൽ, ബയോമോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ബയോമോളിക്യൂൾസിൽ ഈ ഗ്ലൂക്കോസ് സ്ട്രക്ചർ, പിന്നെ സുക്രോസ് ഇസ് നോൺ റെഡ്യൂസിങ് ഷുഗർ. എന്തുകൊണ്ടാണ്? അപ്പൊ എന്താണ് ആ ഫിഗർ തന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എന്തുകൊണ്ടാണ് അത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആവുന്നതെന്നുള്ളത്. ഓക്കെ, എന്റെ സൗണ്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി പ്രോട്ടീൻ സ്ട്രക്ചർ ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതുമുണ്ട്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്, പിന്നെ മ്യൂട്ടറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, അങ്ങനത്തെ ഒപ്റ്റിക്കൽ റൊട്ടേഷന്റെ സംഭവം, ആൽഫ ബീറ്റ നോമേഴ്സ് കൺവേർഷൻ, ഇന്റർ കൺവേർട്ടിങ് ഇൻ സൊല്യൂഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നെയിമിംഗ് റിയാക്ഷൻ 2 to 3 മാർക്സ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇതെടുക്കാം കേട്ടോ, ലൈക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ PDF വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി മസ്റ്റ് നോ നെയിംഡ് റിയാക്ഷൻ അറിയാലോ. നെയിംഡ് റിയാക്ഷൻ ഹാലോ അൽക്കീൻസ്, ഹാലോ അലീൻസിന്റെ വുഡ്സ് ഉണ്ട്, ഫിങ്കിൾട്ടൺസ് റിയാക്ഷൻ ഉണ്ട്, സ്വാർട്സ് റിയാക്ഷൻ ഉണ്ട്. ഇതൊക്കെ ബേസിക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റിയാക്ഷൻസ് എങ്കിലും നിങ്ങളൊന്ന് നോക്കണം. ഇതൊന്നും നോക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം പഠിച്ചവർ ഓക്കെ, ഇതും ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നും പഠിക്കാത്തവരെന്നല്ല, ലൈക്ക് അവർക്ക് ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് റിമെമ്പർ ചെയ്യാനും അല്ലെങ്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം ഡിഫിക്കൽട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റീമൻ ടൈമർ റിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? ഫീനോൾ റിയാക്ട് വിത്ത് CH Cl3 ആൻഡ് NaOH to give O, ലൈക്ക് ആ ഒരു പൊസിഷൻ ആണ് ഹൈഡ്രോ ബെൻസൈൽ ആൽഡിഹൈഡ്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷൻസ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതും മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഓർഗാനിക് കൺവേർഷൻസിലേക്ക് പോകും. അറിയാലോ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇതിനകത്ത് പ്രൊപ്പീനെ 2 ബ്രോമോ പ്രൊപ്പീൻ ആക്കും. അതിനകത്ത് യൂസ് ചെയ്യുന്ന റിയേജൻ HBr. അത് മാർക്കോ മാർക്കോണിക്കോവ് എന്ന് പറഞ്ഞാൽ ശരി, ആ ഒരു റിയേജന്റ് തന്നെ അങ്ങനെയാ വിളിക്കുന്നത് നമ്മൾ. അപ്പം 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 ബ്രോമോ പ്രൊപ്പീൻ, അതിനെ 1 ബ്രോമോ പ്രൊപ്പീൻ ആക്കാൻ ഒന്നെങ്കിൽ നമുക്ക് ആൽക്കഹോൾ KOH അല്ലെങ്കിൽ HBr യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത പോർഷൻ. ഓക്കെ, ഇതില് എല്ലാത്തിനും ഇങ്ങനെ കൺവേർഷൻസും പിന്നെ യൂസ് ചെയ്യുന്ന റിയേജന്റും ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, HBrനെ RBrനെ RI ആക്കാനായിട്ട് ഫിങ്കിൾസ്റ്റൺ റിയാക്ഷൻ. ഓക്കെ, അത് നമ്മൾ NaIയും അല്ലെങ്കിൽ ഡ്രൈ അസറ്റോൺ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതും മെയിൻ